സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന ആവശ്യവുമായി എത്തിയ 8ാം ക്ലാസ്സുകാരിക്ക് മന്ത്രിയുടെ ഉറപ്പ്. തളിപ്പറമ്പ് ധർമ്മശാലയിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ടോക്ക് വിത്ത് ദി മിനിസ്റ്റർ പരിപാടിയിലാണ് കടന്നപ്പള്ളി GHSSലെ KP ലക്ഷ്മിക വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോട് തന്റെ ആവശ്യമുന്നയിച്ചത്. ലക്ഷ്മികയുടെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായും അറിയിച്ചു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന 8ാം ക്ലാസ്സുകാരി ലക്ഷ്മികയ്ക്ക് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ടോക്ക് വിത്ത് ദി മിനിസ്റ്റർ പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. തന്നെപ്പോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ കൊച്ചെഴുത്തുകാരുടെ രചനകൾ വെളിച്ചം കാണാൻ സർക്കാർ സഹായം നൽകണം. 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ എഴുത്ത് ഇന്ന് നിലാവിനെ സ്നേഹിച്ച പെൺകുട്ടി എന്ന കഥാസമാഹാരത്തിൽ എത്തി നിൽക്കുന്നു. 10 മനോഹരമായ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന KK സുരേഷ് മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ദിനത്തിലാണ് പുറത്തിറക്കിയത്. പ്രകൃതിയെ പ്രമേയമാക്കി ലക്ഷ്മിക രചിച്ച ഈ പുസ്തകത്തിന്റെ മുഴുവൻ കോപ്പികളും വിറ്റുപോയിരുന്നു. തന്റെ മുന്നിലെത്തിയ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം കേട്ട മന്ത്രി V ശിവൻകുട്ടി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ നടപടികൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നതായി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 100 പുസ്തകങ്ങളാണ് പുറത്തിറങ്ങിയതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സ്കൂൾ കുട്ടികൾ എഴുതിയ 100 കുട്ടികളെ എഴുതിയ പുസ്തകം സെലക്ട് ചെയ്തു. ആ 100 കുട്ടികളെ തിരുവനന്തപുരത്ത് 2 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു. 100 പുസ്തകത്തിന്റെ പ്രദർശനം തിരുവനന്തപുരത്ത് നടത്തി. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി കിട്ടുന്ന ഒരു അവസരം മാത്രമാണ്. അടുത്ത വർഷം മുതൽ പുസ്തകം എഴുതുന്ന ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ആ പുസ്തകം പരിശോധിച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രിന്റ് ചെയ്ത് ഞങ്ങളുടെ ചെലവിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. എന്ന് മാത്രമല്ല നിങ്ങൾ കുട്ടികൾ എഴുതുന്ന പുസ്തകം കേരളത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൂടി കൊടുക്കുന്നതാണ്. എഴുത്താണ് ലക്ഷ്മികയുടെ ലോകം. കാണുന്ന കാഴ്ചകളൊക്കെയും ആ തൂലികയിലൂടെ കടലാസിലേക്ക് പടരും. പ്രത്യാശ എന്ന് പേരിട്ടിരിക്കുന്ന തന്റെ പുതിയ കഥയുടെ പണിപ്പുരയിലാണ് ഈ കൊച്ചു എഴുത്തുകാരി ഇപ്പോൾ. കവിതയും നോവലും എഴുതി തന്റെ എഴുത്ത് വിപുലപ്പെടുത്താനും ലക്ഷ്മികയ്ക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട 10 കഥകളാണ് ഞാൻ അതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് എന്നുള്ള ഒരു എന്നെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിലാണ് ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ആമുഖം എഴുതിയത് ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് മാഷ്, കടന്നപ്പള്ളി KUPSലെ എൻ്റെ പ്രിയപ്പെട്ട മാഷാണ് സുരേഷ് മാഷ്. മാഷില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് പുസ്തകത്തിൻ്റെ പേരിൽ നിന്ന് അറിയപ്പെടാനോ മന്ത്രിയെ കാണാനോ ഒന്നിനും പറ്റുമില്ലായിരുന്നു. മാഷ് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരാണ് ഈ പുസ്തകത്തിൻ്റെ പുറകിലുള്ളത്. പ്രചോദനം തേടുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ ടീച്ചേഴ്സ് അവരൊക്കെയാണ്. ടീച്ചേഴ്സ് അവരൊക്കെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ടുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ധൈര്യം കഥകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. മകളുടെ ഈ അക്ഷരയാത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ മനോജ് കുമാറും അമ്മ അനിജയും സഹോദരി അമലേന്ദുവും കൂടെയുണ്ട്. സർക്കാരിന്റെ കൈത്താങ്ങ് കൂടി ലഭിച്ചാൽ ലക്ഷ്മികയെപ്പോലെ ഒട്ടനവധി പ്രതിഭകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.